ആ ഇതെന്താണ് എന്റെ പഴയ ഫോട്ടോ നോക്കിക്കൊണ്ട് വെക്കണത്? ഒന്നുമില്ല, നിന്റെ പണ്ടത്തെ കോലം ഇപ്പോഴത്തെ കോലം നോക്കിയിരുന്ന് പോയതാണ്. പണ്ടെന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. സത്യം പറയല്ല, ആ ഭംഗി എന്താണ് ഞാൻ നിന്നെ കെട്ടിയത്. പക്ഷെ ഇപ്പോഴത്തെ കോലം എന്താണ്, മാക്കാണ്ടവളനെ പോലെ വീർത്ത്. പണ്ടെല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് പറയുമായിരുന്നു, ഓ അത് നന്ദുവിന്റെ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ തീർന്ന് വീർത്താകെ ഇപ്പൊ കുട്ടിനെ പോലെ. പണ്ടത്തെ ഭംഗി ഇപ്പൊ എനിക്കില്ലാത്തോണ്ടാണല്ലേ എന്നെ പുറത്തൊക്കെ പോകുമ്പോ കൊണ്ടുപോവാത്തത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പുറത്തു പോകുമ്പോ ഇങ്ങ് കൊണ്ടുപോകാത്തത്. എങ്ങനെ കൊണ്ടുപോകും? 4 പേരുടെ മുമ്പിൽ ഈ കോലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് നാണക്കേട്. എന്താണ് സങ്കടപ്പെട്ടിരിക്കണേ? ഹേയ് ഒന്നുമില്ലമ്മേ, ഏട്ടായുടെ ഓരോ വർത്താനം കേട്ട് നിന്നാണ്. ഏട്ടായി ഇപ്പൊ പറഞ്ഞാണേ എന്നെ കാണാൻ ഭംഗിയില്ലാന്ന്. പണ്ടായിരുന്നു എന്നെ കാണാൻ ഭംഗിയെന്ന്, എന്റെ ഭംഗി കണ്ടാണ് കെട്ടിയെന്ന്. ഇപ്പൊ 4 പേരുടെ മുമ്പിൽ കൊണ്ടുപോവാനേ നാണക്കേടാണെന്ന്. ഇതിലിപ്പോ വിഷമം തോന്നാൻ എന്താണ്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. എടാ, നിന്റെ മനസ്സിൽ ഇത്ര നാള് ഇതായിരുന്നു ചിന്തയല്ലേ, അതുകൊണ്ടാണ് നീ എവിടെ പോകുമ്പോഴും അവളെ കൂടെ കൊണ്ടുപോകാതിരുന്നിരുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ കൊണ്ടുപോണ്ടിരുന്നത്. മോനൊരു കാര്യം മറന്നുപോയി. കല്യാണം കഴിഞ്ഞ് വന്ന മാളുമല്ല ഇപ്പൊ അവള്. അന്നവളെ മോന്റെ ഭാര്യ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അവള് 2 കുഞ്ഞുങ്ങളുടെ അമ്മയും കൂടിയാണ്. അതാണ് മോൻ മറന്നുപോയത്. അന്നവളെ അവളുടെ ഭംഗി നോക്കി അവള് പ്രസവിക്കാതിരുന്നെങ്കിലേ ഇന്നും അവൾ അതുപോലെ തന്നെ ഇരുന്നാല്. പക്ഷെ മോനൊരിക്കലും ഒരു കുഞ്ഞിന്റെ അച്ഛനാവില്ലായിരുന്നു. അമ്മ പറഞ്ഞത് മോന് മനസ്സിലായില്ല. ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ നോക്കരുത്.